ഹായ് ഫ്രണ്ട്സ്, ജെസിസി കപ്പിൾ എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്ന് ഞാൻ വന്നത് ചെറിയ ഒരു റേറ്റിങ്ങിൻ്റെ കാര്യമാണ്. ഞാൻ ഓണത്തിന് നമ്മൾ കണ്ടു, ഓണം കഴിഞ്ഞു അടുത്ത ദിവസമായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓണത്തിന് 4 ചിത്രങ്ങളാണ് റിലീസ് ആയിരുന്നത്. അതിനകത്ത് 4 ചിത്രങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഇരുന്നിട്ടുള്ളത്. എല്ലാം 4 രീതിയിലുള്ളതാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ അതിൻ്റെ റിവ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റിവ്യൂസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു, ഓരോന്നും ഓരോ ജോണറിലുള്ളതാണ്. എല്ലാ ജോണറിലുള്ള ആൾക്കാർക്കും ഈ വട്ടം ഓണത്തിന് പോയി കാണാൻ പറ്റിയ പടങ്ങൾ ഈ വട്ടം തിയേറ്ററിലുണ്ടായിരുന്നു. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എൻ്റെ ആസ്വാദന രീതി വെച്ചിട്ട് ഞാൻ ഈ 4 ചിത്രങ്ങളെ ഒന്ന് റേറ്റ് ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ. സോ എൻ്റെ വ്യക്തിപരം മാത്രമാണ്. നിങ്ങൾ പലരിലും ഇതിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാകാം. അത് നിങ്ങൾ അതനുസരിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യുക. എൻ്റെ കാര്യങ്ങൾ ഞാൻ തിരിച്ചും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഓരോ ചിത്രത്തിൻ്റെയും അനലൈസ് ചെയ്ത് അതിൻ്റെ റേറ്റിംഗ് കൊടുത്തിട്ട് നമുക്ക് വരാം. ഞാൻ 5ലാണ് റേറ്റിംഗ് കൊടുക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആദ്യം പറയാൻ പോകുന്ന ചിത്രം എന്ന് പറയുന്നത് 4ാമത്തെ ചിത്രമാണ്. 4ാമത്തെ നമ്മൾ 4, 3, 2, 1 അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. സോ അത് നമ്മൾ 4ാമത്തെ ചിത്രം എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഇറങ്ങിയ 4 ചിത്രങ്ങളിൽ 4ാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഒമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് എന്ന ചിത്രമാണ്. എബ്രഹാം മാത്യു പ്രൊഡ്യൂസ് ചെയ്ത, റഹ്മാൻ, ബിബിൻ ജോർജ്, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നമ്മുടെ ബാഡ് ബോയ്സ്. ഇതൊരു കംപ്ലീറ്റ് കോമഡി എൻ്റർടൈൻമെൻറ്റ് ജോണറിൽ വന്നൊരു ചിത്രമായിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ കോമഡി ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ അതിനകത്ത് വന്ന് കാണുന്നുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയപ്പോഴും അത്യാവശ്യം നല്ല തിരക്കിടില്ലാത്ത തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒമർ ലുലു ഇതിനകത്ത് ഒരുപാട് സോഷ്യൽ മീഡിയ ആൾക്കാർ, ഇൻഫ്ലുവൻസിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം ശ്രമിച്ചു, ഒരുപാട് ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചു, പുതിയ ആൾക്കാരെ. അതുപോലെ പഴയ ആൾക്കാരെ നമ്മൾ നൊസ്റ്റാൾജിയ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നായിരുന്നു. ബാബു അനിൽ ചേട്ടനൊക്കെ. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ പറഞ്ഞു കഴിഞ്ഞ കമ്പോളം ഒക്കെ എനിക്ക് ഓർമ്മ വന്നു അതിൻ്റെ പുള്ളിയെ കണ്ടപ്പോഴൊക്കെ. അത് അങ്ങനെ ഓരോ കാര്യങ്ങളും കൊണ്ടുവന്നായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഇതിൻ്റെ അകത്തൊരു ത്രൂ ഔട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ആസ് എ പേഴ്സണൽ എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരു 2.5, 5ൽ 2.5 കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അതിൻ്റെ ഒരു വലിയ രീതിയിലൊരു ഹെവി പുള്ളിങ് എനിക്ക് സിനിമ കൊണ്ട് തോന്നിയില്ല. പക്ഷേ എനിക്ക് പടം തീരെ ബോറായിട്ടും തോന്നിയില്ല, ഒരു ആവറേജ് പടമായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് 2.5 ഔട്ട് ഓഫ് 5. അടുത്ത പടം എന്ന് പറയുന്നത് മേളിൽ നിന്ന് മൂന്നാമത്തെ പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടലാണ്. കൊണ്ടൽ ഒരു കംപ്ലീറ്റ് ഇഡി പടം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ഇത് ഇഡി സൂപ്പർ സ്റ്റാർ, നമ്മുടെ പുതിയ ഇഡി സൂപ്പർ സ്റ്റാർ ആൻ്റണി വർഗീസ് എന്ന ആൻ്റണി പെപ്പെ അഭിനയിച്ച സിനിമയാണ്. സോഫിയ പോൾ നമുക്കറിയാം, ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച സോഫിയ പോൾ ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വർഷം, അത് കഴിഞ്ഞ വർഷത്തെ ഓണം തൂക്കിയ RDX എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ്. പക്ഷേ അത്രമാത്രം എനിക്ക് തൂക്കാൻ ഈ വട്ടം കൊണ്ടൽ കൊണ്ട് പറ്റിയോ എന്നുള്ള കാര്യം സംശയമാണ്. സോ ഉണ്ടായിരുന്നു, എന്നാൽ പോലും കാണാൻ അത്യാവശ്യം അതിനായിട്ടൊരു പ്രേക്ഷക സമൂഹമുണ്ട്. പക്ഷേ ഇതുപോലെ ഫെസ്റ്റിവൽ ടൈമിൽ ഇതുപോലെ ഒരു സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇടി ഉള്ള ഒരു പടം എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം സക്സസ് ആവുന്നു. പക്ഷേ പടം കാണാനും എൻ്റെ വിഷ്വലും കാര്യങ്ങളെല്ലാം സൂപ്പർബായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ ഒരു വേറൊരു ലെവലിലുള്ള ആസ്വാദന രീതിയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഇതിലെ എല്ലാ ക്യാരക്ടർക്കും സ്പേസ്, അവർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് അതിനകത്തുണ്ടായിരുന്നു. സോ എനിക്കിതിനകത്ത് ഈ ഒരു സിനിമയെ പറ്റി തോന്നിയ കേസാണ് സെയിം ഞാൻ പറഞ്ഞ പോലെ. ഇപ്പോൾ RDX എന്ന് പറയുന്നത് അതിനകത്തൊരു ത്രൂ ഔട്ട് നമുക്കൊരു ഇമോഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇമോഷണൽ വെച്ചിട്ടാണ് അതിനകത്ത് ആ ഇടി നടക്കുന്നത്. സോ ആ ഇമോഷനും ആ ഇടിയും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ പടം അത്രമാത്രം ഹിറ്റായത്. സോ പക്ഷേ ഈ വട്ടം നിൽക്കുമ്പോൾ പ്രശ്നം ഇതിനകത്ത് ഇടിയാണ് ഏറ്റവും കൂടുതൽ വന്നത്. പക്ഷേ ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വിഷ്വൽ തന്നെയാണ്. ഇതിനകത്ത് ഗ്രാഫിക്സും വിഷ്വൽസും എല്ലാം കംപ്ലീറ്റ്ലി സൂപ്പർബായിരുന്നു. ഇതിൻ്റെ ഡയറക്ടറായ അജിത്, അതുപോലെ സിനിമാറ്റോഗ്രാഫി ജിതിൻ, ഇവർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. ലാസ്റ്റ് ഷാർക്കിൻ്റെ അത് ലാസ്റ്റ് 40 മിനിറ്റ് ക്ലൈമാക്സ് അൺബ്രേക്കബിൾ, അത്രയ്ക്കും നല്ല സാധനമാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത്. സോ എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ എല്ലാ പ്രേക്ഷകരെയും ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റിയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് പേഴ്സണലി ഇത് കണ്ടപ്പോൾ എനിക്ക് കണ്ടിരിക്കാൻ തോന്നി. എന്താ പറയുക, ഞാൻ ആ ഒരു ആക്ഷൻ പടം മാത്രം കാണുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ്. പക്ഷേ എനിക്കൊരു ഫെസ്റ്റിവൽ സീസണായിട്ട് ഞാൻ പോയി കാണുമ്പോൾ ഞാൻ കുറച്ച് എൻജോയ് ചെയ്ത് പടം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അതെന്ന് പറയുന്നത് തീരെ മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതൊരു അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു നല്ലൊരു വേറൊരു ജോണറായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിതിന് ഈ ഒരു റേറ്റിംഗ് കൊടുക്കുന്നത്. ഇത് പക്ഷേ എനിക്ക് പടം ഇഷ്ടപ്പെടായില്ലേ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു അതിൻ്റെ CG, അതുപോലെ അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം അത്രമാത്രം ഗംഭീരമായിരുന്നു. അതുപോലെ പെർഫോമൻസ് വൈസ് ആണെങ്കിൽ എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ആസ്വദിച്ചൊരു സിനിമയായിരിക്കും. ഓക്കെ, സോ എൻ്റെ റേറ്റിംഗ് ഇതിനകത്ത് 5ൽ 3.5. അതുപോലെ എൻ്റെ രണ്ടാമത്തെ പടം, അതായത് നമ്മുടെ രണ്ടാമത്തെ പടവും ഒന്നാമത്തെ പടവും തമ്മിൽ വളരെ എനിക്ക് വ്യത്യാസങ്ങൾ എനിക്ക് പറയാം. പക്ഷേ അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ മാത്രമാണ് ഞാൻ 1-2 സ്ഥാനങ്ങൾ നൽകുന്നത്.
പക്ഷെ വളരെ നേരിയ വ്യത്യാസം മാത്രമേ എനിക്ക് രണ്ടിലും പറയാൻ പറ്റൂ. രണ്ടും ഒന്നിനൊന്നും മികച്ചതായിട്ട് നിൽക്കുന്ന ഒരു പടങ്ങളാണ്. അതിൻ്റെ എല്ലാ രീതിയിലാണെങ്കിൽ പോലും എല്ലാം കൊണ്ടും മികച്ച രീതി നിൽക്കുകയാണ്. പക്ഷെ ഒന്നും രണ്ടും വളരെ ചെറിയ വ്യത്യാസം എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു ആസ്വാദനത്തിൻ്റെ ഇതിൽ വെച്ചിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ചെറിയ പോയിന്റ് കൂടുതൽ നിൽക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് എൻ്റെ ഒന്നാമത്തെ പടം തോന്നിയത്. സോ ആ പടങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറയാമോ? ആദ്യമേ ഒന്നാമത്തെ പടമായിട്ട് ഞാൻ എൻ്റെ ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നത് കിഷ്കിന്ധ കാണ്ഡമാണ്. അതുപോലെ രണ്ടാമത്തെ പടമായിട്ട് അജയൻ്റെ രണ്ടാം മോഷണം ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ താഴേക്ക് പറയാം. ഓക്കെ, ആദ്യം ഞാൻ അജയൻ്റെ രണ്ടാം മോഷണത്തിന് എന്തുകൊണ്ട് ഞാൻ രണ്ടാം സ്ഥാനം നൽകി എന്ന് ഞാൻ പറയാം. അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി അൺബിലീവബിൾ വാവ് പെർഫോമൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ്. ഞാനകത്ത് ഒരു മാറ്റവും വരുത്തുന്നില്ല. മേ ബി ഞാൻ 3D കാണാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ റേറ്റിംഗ് 2ലേക്ക് അതിന് ഇടേണ്ടി വന്നത് എന്ന് ഞാൻ എടുത്തു പറയുന്നു. ഞാൻ 2Dയിലാണ് കണ്ടത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഓരോ സീനുകളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന മണിയൻ എന്ന ക്യാരക്ടറാണ്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മണിയൻ എന്ന ക്യാരക്ടർ അതിഗംഭീര പെർഫോമൻസിൽ ടോവിനോ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അജയൻ എന്ന ക്യാരക്ടറും അതിന് അത്ര നന്നായിട്ട് തന്നെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ കേളു എല്ലാം നല്ല രീതിയിൽ, നമ്മൾ ഓരോ സീൻ ബൈ സീൻ എല്ലാം നല്ല രീതിയിലാണ്. എനിക്ക് അതിനകത്ത് ഒരു ഇഷ്ടപ്പെടാതെ പോയൊരു കാരണം അതിൻ്റെ സോങ്സ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ സോങ്സ് കൊണ്ടാണ് ഞാൻ അതിൽ കുറച്ചുകൂടെ ഒന്ന് താഴോട്ട് പിടിച്ചത്. കാര്യം സോങ്സ് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെടാതെ പോയ ഒരു സിനിമയാണ്. ബാക്കിയെല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും എല്ലാം അതുകൊണ്ട് മാത്രം, ആ ഒരു സോങ്സിൻ്റെ ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് താഴിട്ടിട്ട് ഞാൻ ഇതിന് രണ്ടാം സ്ഥാനം നൽകുന്നത്. അല്ലാതെ ഈ സിനിമ ഒരു തരത്തിലും മോശമാണെന്ന് ഞാൻ പറയില്ല. അത്ര ഗംഭീരം. കേരള സിനിമ, അതായത് മലയാള സിനിമയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സിനിമകളുടെ ലിസ്റ്റിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു പടമാണ് ഇത്. മലയാളത്തിൽ നിന്ന് വേറൊരു ഐക്കോണിക് സിനിമയായിട്ട് മറ്റ് ഭാഷകളിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ഇതിനെ നെഗറ്റീവായിട്ടല്ല പറയുന്നത്. കാരണം അതിൻ്റെ വിഷ്വൽസൊക്കെ എടുത്തേക്കുന്ന അമ്മാര് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 3Dക്ക് വേണ്ടി അമ്മാര് അവർ മെനക്കെട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം നമുക്ക്. അതുപോലെ ഇതിൻ്റെ ഡെഡിക്കേഷൻസ് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ അഭിനയിപ്പം ടോവിനോൻ്റെ ആണെങ്കിലും അതിനകത്ത് അഭിനയിച്ച ഓരോരുത്തരുടെ ആണെങ്കിലും നമുക്ക് കാണാം. അതുപോലെ സുരഭി ഒക്കെ നല്ല ഗംഭീര ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് മാത്രം ഞാനിതുണ്ട്. എല്ലാവർക്കും എനിക്കറിയാം ഇതിൻ്റെ വിയോജിപ്പ് കാണും. പക്ഷേ അസ്യൂർ നിങ്ങളുടെ ആസ്വാദനം വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം, നിങ്ങൾക്ക് കൊടുക്കാം. അതിന് എന്തായാലും അതിൻ്റെ ഒരു വാല്യുബിൾ കമൻറ്റ് നിങ്ങൾ എനിക്ക് അയക്കേണ്ടതാണ്. പിന്നെ കിഷ്കിന്ധ കാണ്ഡത്തിന് ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്തു എന്നുള്ളത് എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ഞാൻ ഓപ്പണായിട്ട് കാണുന്നുണ്ട്. ആ സിനിമ ഒരാളെ പറഞ്ഞ്, അതായത് സിനിമയിൽ കാണിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലാതെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്. കാര്യം അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒരു സീനും അടുത്ത സീനും നമ്മൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമയായിപ്പോയി. അതെന്താ പറയുക, അത്ര ഗംഭീരം എന്നല്ലാതെ അതിനകത്ത് ഒരു കാര്യങ്ങൾ പോലും എനിക്ക് നെഗറ്റീവായിട്ട് പറയാനില്ല. അത്ര പെർഫോമൻസ്. ഇപ്പോൾ ആസിഫ് അലിയുടെ ആണെങ്കിലും അപർണയുടെ ആണെങ്കിലും അതുപോലെ നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ ആണെങ്കിലും വിജയരാമൻ ചേട്ടൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും, കുട്ടേട്ടനൊക്കെ അറമതിക്കായിരുന്നു അതിനകത്തെന്ന് പറയാം. അത്രമാത്രം ഗംഭീര അഭിനയം. ഒരു മൈന്യൂട്ട് കാര്യങ്ങളിൽ പോലും കുട്ടേട്ടൻ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ജഗദീഷ് ചേട്ടനാണെങ്കിലും ഇപ്പോൾ അതുപോലെ ഈ അത്രയ്ക്ക് ഗംഭീര പടം. എനിക്ക് അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. കാരണം അത്ര ഗംഭീരം വെച്ചാൽ അത്ര ഇപ്പം തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഹൗസ്ഫുള്ളായിട്ട് സക്സസ് ആയിട്ട് ഓടുക, നല്ല അഭിപ്രായം നേടി ഓടുന്നൊരു സിനിമ കൂടിയാണ് കിഷ്കിന്ധ കാണ്ഡം. സോ അതുകൊണ്ട് എനിക്ക് ആ സിനിമയിൽ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ക്യൂരിയോസിറ്റി, ആ A to Z സമയം ഓരോ മിനിറ്റിൽ പോലും ആ സിനിമയിലേക്ക് ഞാൻ അങ്ങ് ആസ്വദിച്ച് ഉള്ളിൽ പോയ പോലെ എനിക്ക് തോന്നി. സോ അങ്ങനെ ഒരു സിനിമ ആദ്യം തൊട്ട് അവസാനം ഒരു ഇൻട്രോയിലൊക്കെ ഇത്ര പെട്ടെന്ന് ഇൻട്രോയിലായോ എന്ന് തോന്നി. ഒരു ഇൻട്രോയിൽ പെട്ടെന്ന് കഴിയണേ, ഇനി ഇൻട്രോയിലെ ടൈം എന്തോ കൂടിപ്പോയോ എന്ന് പറഞ്ഞ് ഞാൻ ആ ഇൻട്രോയിൽ കഴിയാൻ വേണ്ടി കാത്തിരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അത് കിഷ്കിന്ധ കാണ്ഡമാണ്. അങ്ങനെ കണ്ടതിന് ശേഷം ഞാനത് ക്ലൈമാക്സിലേക്ക് എത്തി. ക്ലൈമാക്സ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം എനിക്കങ്ങ് ഇതായിപ്പോൾ അത്രയ്ക്ക് നല്ലൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കൊണ്ട് മാത്രം ഈ ഓണർ റിലീസുകളിൽ ഒന്നാം സ്ഥാനം ഞാൻ കിഷ്കിന്ധ കാണ്ഡത്തിന് ഏൽപ്പിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഇനി പുതിയൊരു പടം വരുന്നുണ്ട്, കഥ ഇതുവരെ എന്നുള്ള പടം. ബിജു മേനോൻ നായകനായിട്ടുള്ള പടമാണ്. വിഷ്ണു മോഹൻ ഡയറക്റ്റ് ചെയ്ത പടം. മേതിൽ ദേവിക അതുപോലെ നായികയായിട്ട് വരുന്ന പടം. ഒരുപാട് താരങ്ങളുണ്ട്. അനുശ്രീ, അതുപോലെ നമ്മുടെ നിഖില വിമൽ, അനു മോഹൻ, ഒരുപാട് ക്യാരക്ടേഴ്സ് അതിനകത്തുണ്ട്. സോ അതും ഒരു നല്ല പടമാവാൻ എനിക്ക് തോന്നുന്നു. ടീസർ ഇന്ന് രാവിലെ ഞാൻ കണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഫീൽ ഗുഡ് പടമായിട്ട് എനിക്ക് തോന്നി. ഇനി അതിൻ്റെ റിലീസ് ആവട്ടെ, നല്ലതാണ്. അതും നമ്മൾ പോയി കാണണം, അത് വിജയിപ്പിക്കണം, നല്ല രീതിയിൽ വരട്ടെ. എല്ലാവർക്കും എന്നെ ഗുഡ് ബൈ.